നമുക്ക് 4 ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് ഓണാക്കിയിടാം. കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏതെങ്കിലും വണ്ടി വന്ന് നമ്മുടെ നെഞ്ചത്തേക്ക് കയറണ്ടല്ലോ. ഇത് വന്ന് തമിഴാണല്ലോ വരുന്നത്. ഇത് നമുക്ക് ആ കുഞ്ഞു കൊച്ചിന് കൊടുക്കാനുള്ള സാധനമാണ്. എനിക്ക് എന്നാ അതേ ഇവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടെ 2 അണ്ണന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന കേസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർ പറഞ്ഞ് ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റിസ്ക് ആണല്ലോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. നന്നായിട്ട് തണുപ്പ് കൂടി വരുന്നുണ്ട്. അത് മാത്രമല്ല നല്ല രീതിയിൽ മിസ്റ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയിലൊക്കെ ശരിക്കും മിസ്റ്റ് കയറിയിട്ടുണ്ട്. വിഷ്വലൊക്കെ എത്രത്തോളം ഓക്കെ ആണെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എൻ്റെ മോനെ, സമയം ഇപ്പോൾ രാവിലെ 9:21 ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കോട കയറി മൂടിയിട്ടുണ്ട്. ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല. മുമ്പിലുള്ളത് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കോട കയറി മൂടി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ചില കുഞ്ഞു പിള്ളേരൊക്കെ ഇതിൽ കൂടെ റോഡൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. 2 തവണയായിട്ട് ഇപ്പോൾ വട്ടമൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് സ്പീഡിലൊക്കെ പോയി റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ ആ ഫോറസ്റ്റിൽ നിന്നൊക്കെ മാറി അത്യാവശ്യം ഒരു ഓപ്പൺ റോഡിലൊക്കെ എത്തിയിട്ടുണ്ട്. ചെറിയ റിസോർട്ടുകളും ഹോട്ടലും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറാം. ഓപ്പൺ ആയിട്ടില്ല. ഏതാ ഓപ്പൺ ആയിട്ടുള്ളത്? ഇത് ഹോട്ടൽ ഒന്നും മനസ്സിലാവുന്നില്ല ദൈവമേ. എന്താ ചെയ്യണ്ടേ? ഇവിടെ ആളുണ്ട്. എന്നാ ഇവിടെ കയറാം. ഓക്കെ, കുറച്ചുകൂടി ഓക്കെ ആയിട്ടുള്ളൊരു ഹോട്ടൽ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഇതാണെന്ന് തോന്നുന്നു. സോ എന്തായാലും നമുക്ക് ഇവിടെ കയറി ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. വെജ് ആൻഡ് നോൺ വെജ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, കൊറിയൻ. ഓക്കെ, കേരള രജിസ്ട്രേഷൻ ആണല്ലോ. ഓക്കെ, ഒരു മണി നേരം ആവുമല്ലേ? ഓക്കെ, ഫുഡില്ല. അപ്പം എന്ത് ചെയ്യും? അപ്പുറം കയറണോ? ഒരു 2 കിലോമീറ്റർ അപ്പുറം ഹോട്ടലുണ്ടെന്ന് അവർ പറഞ്ഞു. കീഴെയാ? ബൈക്കിലേക്ക് ഇപ്പടി പോണ പോതുമാ? ആ, എവ്വളോ കിലോമീറ്റർ? 1 കിലോമീറ്റർ. ആ, ബൈക്ക് ഈ മെയിൻ റോഡ് തന്നെ. ഓക്കെ, താങ്ക് യു. നമ്മൾ വന്ന ഹോട്ടലിൽ ഫുഡ് ആയിട്ടില്ല കേട്ടോ. അവിടെ താഴെ വേറെ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഒറ്റ താക്കോലി അവിടെ വെച്ചേ, അതുകൊണ്ട് കളഞ്ഞു ഞാൻ. ഓക്കെ, വന്ന പോലെ തന്നെ മുഞ്ചിട്ടുണ്ട്. എന്താണ് അവിടെ നിർത്തിയേ? ഓ, ഉരുളക്കിഴങ്ങല്ലേ? അതെ, ഉരുളക്കിഴങ്ങ് കൃഷി. എന്നാ പോയിട്ട് വരാം. ആ, നേരെ പോട്ടെ. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ 2 വീഡിയോസ് എടുക്കാം. അവിടെ നിന്ന് ചേച്ചിമാരെ തല്ലിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഉരുളക്കിഴങ്ങ് റോഡിൽ ഇതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതിനകത്തൊരു ഉരുളക്കിഴങ്ങ് കൃഷിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സംഭവം കണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് മനസ്സിലായില്ല. ഇവിടെയൊക്കെ വേറെ സ്നാക്സ് മാത്രമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു കണ്ടിട്ട്. എടാ, ഇവിടെയൊക്കെ സ്നാക്കേ ഉണ്ടാവുള്ളൂ. പോട്ടെ, വണ്ടി പോട്ടെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ രാവിലെ തന്നെ വന്ന് കയറിയ ഹോട്ടലിൽ ഫുഡ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സോ അവിടെ ഫുഡിങ് ഉണ്ടാക്കുമെന്നല്ലാന്ന് തോന്നുന്നു. എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ വിശപ്പ് കയറി വരുന്നുണ്ട്. സമയമാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച ടൈമിലൊന്നും ഇന്നും തിരിച്ചെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീണ്ടും ഹോട്ടലുകൾ കാണുന്നുണ്ട്. ഇവിടേക്ക് എന്താണ് കഴിക്കാനുള്ളതെന്നുള്ള കാര്യത്തിൽ ആണ് ചെറിയൊരു കൺഫ്യൂഷൻ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എടാ, നമുക്ക് പോട്ടെ, കുറച്ചുകൂടി പോയി നോക്കാം. കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കഴിക്കാം. ഇവിടെ കയറി എന്തോ ഒന്നും അങ്ങ് തൃപ്തിയാവുന്നില്ല കണ്ടിട്ട്. ഒരു വെജ് ആൻഡ് നോൺ വെജ് ഹോട്ടൽ കാണുന്നുണ്ട്. ഇവിടെയും എങ്ങനെ ഉണ്ടാവും? ഇവിടെ ഫുഡൊക്കെ ഉണ്ടോടാ? ചോദിച്ചു നോക്കിയാലോ ഫുഡ് എന്താ ഉള്ളതെന്ന്. ഫുഡ് ദോശ, പൂരി. എന്നെയാണേ പൂരി കഴിച്ചാലോ? ഓക്കെ, വണ്ടി അങ്ങോട്ട് വയ്ക്കാടാ. അങ്ങോട്ട് വയ്ക്കാം. വരാം ഗോയ്സ്. ഇവിടെയും ഫുഡ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഫുഡും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്ത് അതിരാവിലെ ഒന്നും ഫുഡ് ആവില്ലാന്ന് തോന്നുന്നു. ഇവിടെയും കുറേ മലയാളീസ് വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അവരും നൈസായിട്ട് ലാസ്റ്റ് ഇറങ്ങി പോവാണ് ചെയ്തത്. ചിലപ്പോൾ നമുക്ക് വേറൊരു ഹോട്ടൽ പോലും തപ്പി ഇനി പോകേണ്ടി വരും തോന്നുന്നു.
അവനിപ്പോൾ ഏതൊരു ഹോട്ടലിൽ തപ്പി അങ്ങ് പോയിട്ടുണ്ട്. സോ നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് കഴിച്ചിട്ട് ബാക്കി റൈഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഉണ്ടോ? ഓക്കെ, എന്താ പറഞ്ഞേ? എന്താ ഫുഡ്? എന്നാ വാ കഴിക്കാം. ദോശയും പൊറോട്ടയെങ്കിൽ ദോശയും പൊറോട്ടയും എന്ത് കിട്ടിയാലും ഇന്ന് നല്ല വിശപ്പുണ്ട്. എൻ്റെ മോനെ സമയം 9:30 ആയിട്ടാ. കുഴപ്പമില്ല, എന്തായാലും ഇച്ചിരി ലേറ്റ് ആവുന്നല്ലേ ഉള്ളൂ. മൊത്തം കോട കയറി മൂടി കിടക്കും കേട്ടോ. നമ്മൾ വിചാരിച്ച വ്യൂവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കൊള്ളാം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങളിത് ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. രാവിലെ നല്ല പൊറോട്ടയും നല്ല ദോശയും സെറ്റായിട്ടുണ്ട്. ഇനി ഹെൽമെറ്റ് ഞാൻ വണ്ടിയിൽ വെച്ചിട്ട് പോയ ചരിത്രം ഉണ്ടാവില്ലല്ലോ. ഹെൽമെറ്റ് ഞാൻ കൂടെ കൊണ്ടുപോകുക. ഓക്കെ, നമ്മുടെ ഫുഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു വ്യൂ പോയിന്റ് കൊണ്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെന്തായാലും ആ ഒരു റൂട്ടും കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഓടിച്ച് പോകാനായിട്ട് പോകുന്നത്. അത്യാവശ്യം കോടയെല്ലാം കയറി മൂടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഈ കാണുന്നതാണ് കേട്ടോ. നമ്മൾ പോകാൻ പോകുന്ന റോഡ് ഈ ഒരു സൈഡിൽ കൂടെ തന്നെയാണ്. നമ്മൾ ഓൺ ദ വേയിൽ കുറച്ചുകൂടി അടുത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതേ കാണുന്ന റോഡ് കണ്ടോ, ആ റോഡിലൂടെയാണ് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകാനായിട്ടുള്ളത്. എന്തായാലും ഓൺ ദ വേയിൽ കുറച്ചുകൂടി വിഷ്വൽസും കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. സമയം 10:15 കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. സോ എന്തായാലും ലെറ്റ്സ് റൈഡ്. എന്തായാലും ഈ ഒരു റൈഡിൽ കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടായി. ആദ്യമേ തന്നെ നല്ല കാര്യം പറയാം, നമുക്ക് ഒരിക്കലും റൂം കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ദൈവദൂതന്മാരെ പോലെ കുറച്ച് പേരൊന്ന് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ രണ്ടാമത് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ബാഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഹെൽമെറ്റ് മോഷണം പോയി. പക്ഷേ ആ ഒരു കള്ളന് നല്ലൊരു മനസ്സാക്ഷി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു മനസ്സ് ഞാൻ കാണാതെ പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹെൽമെറ്റ് വെച്ച് തന്നിട്ടാണ് എൻ്റെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയത്. ഇതും കൂടി വെച്ച് തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ബൈക്ക് ഓടിച്ച് നടക്കാനൊന്നും പറ്റില്ലാത്തൊരവസ്ഥ വന്നേനെ. ടോട്ടലി ഞാൻ പാടി നിൽക്കേണ്ട വന്നേനെ. എന്തായാലും നല്ല രീതിയിൽ കോടയൊക്കെ കയറി മൂടിയിട്ടുണ്ട്. നല്ല അടിപൊളി വൈബാണ് ഇതുപോലുള്ള റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട്. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അത് മാത്രമല്ല ഫ്രണ്ടിലും ബാക്കിലും ചുറ്റുപാടും മൊത്തം കോട കയറി മൂടി കിടക്കുകയാണ്. നമ്മൾ പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. പക്ഷേ ഫുൾ ടൈം കോട കയറി മൂടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. ഈ കാണുന്ന, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഒതുക്കിയതിന് ശേഷം കാണിച്ചു തരാം. നിങ്ങളിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഫുള്ള് ഇങ്ങനെ കൃഷി ചെയ്തിട്ടേക്കും കേട്ടോ. ഇതിപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തടവൊക്കെ എടുത്ത് സെറ്റാക്കി നിർത്തിയേക്കുന്ന ഒരു മണ്ണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മൊത്തം കൃഷിയാണ് കേട്ടോ. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും കൃഷി ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ രാവിലെ തന്നെ പണിക്കാരൊക്കെ ആയിട്ടുള്ള ചേച്ചിമാരെല്ലാം ആ ഒരു ഏരിയയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിറച്ച ആളുകളാണ്, കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. തീരെ കുഞ്ഞു പിള്ളേരൊക്കെ അവിടെ നിന്ന് അവരോട് ഹെൽപ്പ് ചെയ്യണൊക്കെ കാണാം നമുക്ക്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ടൈമിലോ കാര്യങ്ങളിലോ ഒന്നും എവിടെ എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പോവുക, ബാക്കിയെല്ലാം വന്നെടുത്ത് വെച്ച് നടക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിട്ടിയിട്ട് എനിക്കിട്ട് നല്ല അടിപൊളി ട്രോഫി ആയിട്ട് എൻ്റെ ഹെൽമെറ്റ് മോഷണമൊക്കെ പോയില്ലേ, നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം. എല്ലാം ഓക്കെ ആയി, നല്ല അടിപൊളി ഹാപ്പിയിലായിരുന്നു, ഒന്നും പറയാനില്ല. നൈസായിട്ട് ഒരു മോഷണം അങ്ങ് പോയോടെ ആ കിളി അങ്ങ് പോയി കിട്ടി. ഇപ്പോൾ എന്തായാലും ഇതുവരെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. രാവിലെ മുതൽ ഈ ഒരു ടൈം വരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ വന്ന് ചാടും എന്നുള്ള കാര്യം ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒന്നും വന്ന് ചാടാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ചെറുതായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ബ്ലോക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴും ഈ സെയിം പണി തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരൊറ്റ റൂട്ടല്ലാണ്ട് വേറെ റൂട്ടൊന്നുമില്ല നമുക്ക് തിരിച്ച് പോകാനായിട്ട്. സോ നമ്മളിപ്പോൾ ഈ വഴി പോയി ഈ വഴി തന്നെ തിരിച്ചു വരണം. നല്ല പണിയായിട്ടൊരു ബസ്സൊക്കെ വന്ന് അട്ടവച്ച് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇന്നലെ കിട്ടിയ ആ ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അതൊരു യമണ്ടം ബ്ലോക്ക് തന്നെയായിരുന്നു. ഒരു 1.5 മണിക്കൂർ മേളിൽ നമ്മൾ ബ്ലോക്കിൽ കിടന്ന അഭ്യാസ കളികളായിരുന്നു കേട്ടോ. ആ ഒരു ബ്ലോക്ക് കിട്ടിയോണ്ടാണ് കാര്യം പറഞ്ഞാൽ നമുക്ക് സ്റ്റേ കിട്ടിയതും. അത് ഒന്നാമത്തെ കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബ്ലോക്ക് കിട്ടി അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ നൈസായിട്ടൊരു സ്ഥലത്തോട്ട് ഒതുക്കി മാറ്റി നിർത്തി. അവിടെ വെച്ചൊരു പള്ളി കാണാനും ആ പള്ളിയിൽ ഇത്ര പേരെ കാണാനും ചിലപ്പോൾ അതൊക്കെ ഒരു നിമിത്തമാണെന്ന് കൂട്ടിയാൽ മതി. ഹെൽമെറ്റിൻ്റെ വൈസർ അടച്ചിട്ടിട്ട് മൊത്തം മിസ്റ്റ് കയറി മൂടും കേട്ടോ. അതുകൊണ്ട്
വൈസർ തുറന്നിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കിട്ടും എന്നുള്ളൊരു കാര്യമൊന്നും അറിയത്തില്ല. ഇത് തന്നെയാണോടാ റൂട്ട്? റൂട്ട് ഇട്ടിട്ടില്ലേ? അതിനിടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കിടപ്പുണ്ട്. ഇത് വല്ല മാർക്കറ്റിലോട്ടുള്ള വഴിയാണോ? മാപ്പ് എടുത്തിട്ടേ ഞാൻ ഇടാം. അണ്ണാ ഈ മന്നമന്നൂർ റൂട്ട് ഇന്ത വഴി താനേ? മന്നമന്നൂര് മേലെ സ്ട്രൈറ്റാ പോണോ? മേലെ റിട്ടേൺ പോണോ അല്ലേ? ഓക്കെ, താങ്ക് യു അണ്ണാ. നമ്മുടെ റൂട്ട് നൈസായിട്ട് മാപ്പ് ഇടാത്തതുകൊണ്ട് തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്തായാലും വണ്ടി റിട്ടേൺ തിരിക്കണം. അങ്ങോട്ട് റൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് പറയുന്നത്. ഒരു ഗ്രാമവും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത്. മേളിൽ കൂടെ പോവാം. താങ്ക് യു അണ്ണാ. ഓക്കെ, അപ്പോൾ നമ്മൾ നൈസായിട്ട് വഴി മാറി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. വന്ന വഴി തന്നെ തിരിച്ച് മേളിലായിട്ട് കയറി പോകണം. 16 കിലോമീറ്റർ കാണിക്കുന്നത് കേട്ടോ. പക്ഷേ കണക്ട് ചെയ്ത് നമുക്ക് പറ്റുന്നത്രയും പോകാം. ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കുള്ള മഴ കയറുമോന്നൊന്നും അറിയത്തില്ല. അതോ ഇനി കോട കയറിയിട്ട് ചാറ്റൽ മഴ പോലെ തോന്നുന്നതാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് പോയാലേ പറ്റുള്ളൂ. ഹെൽമെറ്റിൻ്റെ വൈസർ മൊത്തം മിസ്റ്റ് കയറി മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിക്കും ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഇറങ്ങി വന്ന റൂട്ട് തന്നെ വീണ്ടും റിട്ടേൺ പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു റൈറ്റ് ടേൺ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നേരെ തന്നെ പോയാൽ മതിയായിരുന്നു എന്നാണ് അവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. അവിടെ വെച്ച് തന്നെ ചോദിക്കാൻ തോന്നിയത് നന്നായി. പക്ഷേ ആ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ റൂട്ടും കാര്യങ്ങളൊക്കെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു റൂട്ട് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനെല്ലാം ഇട്ട് വന്ന് കുറേ ഊട് വഴി കൂടെയൊക്കെ കയറി വഴി തെറ്റിച്ച് ലാസ്റ്റ് മാപ്പൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് മെയിൻ റോഡ് തപ്പി കണ്ടുപിടിച്ച ആൾക്കാരോട് ചോദിച്ചൊക്കെയാണ് ഞങ്ങൾ ലാസ്റ്റ് റോഡിലും വീട്ടിലൊക്കെ എത്തിയത്. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ജസ്റ്റ് ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചത്. അപ്പം തന്നെ ആൾ പറഞ്ഞ് നമ്മൾ റോങ് സൈഡാണ്, റോങ് വഴിയാണ് വരുന്നത്, വണ്ടി തിരിച്ച് പൊക്കോളാൻ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വണ്ടി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നലത്തെ ആ ഒരു ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്നലെ നല്ല തിരക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് കാല് കുത്താനുള്ള സ്ഥലമില്ലാതെ തോന്നുന്നു. ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ വലിയ വ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ റോഡിലൊക്കെ നന്നായിട്ട് കോട കയറി കിടക്കുന്നുണ്ട്. നമുക്ക് മുമ്പിൽ നോക്കിയാൽ കാണാം ആ ഫോറസ്റ്റ് മൊത്തം കോട കയറി മൂടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ബൈ സെക്കൻഡിലാട്ടോ കോട കയറി മൂടി വീണ്ടും തെളിഞ്ഞ് അതുപോലെ വീണ്ടും കോട കയറി മൂടി ആ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും നിറച്ച് മലയാളീസാണ്. എനിക്ക് തോന്നുന്നത് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. ഫുൾ കേരള ബോർഡ് ബൈക്കും ട്രാവലറും അതുമാത്രമാണ് ഇവിടെ കാണാനുള്ളൂ. അഗൈൻ നമ്മളൊരു ഫോറസ്റ്റിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റേഞ്ചും കാര്യങ്ങളൊക്കെ പോകും തോന്നുന്നു. ഒരു കട്ടയായിട്ടുണ്ട് സിഗ്നൽ. നമ്മൾ മാപ്പിന് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും റീറൂട്ട് ഇടാനൊക്കെ ഭയങ്കര ടാസ്ക്കായിട്ട് വരും. സോ നമ്മുടെ ഫോൺ ഓഫായി പോകാണ്ട് നോക്കണം. അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് ചെയ്തിടാൻ പറ്റത്തില്ല. നല്ല തണുപ്പ് വീണ്ടും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഫോറസ്റ്റിലോട്ട് കയറി കഴിയുമ്പോൾ വേറൊരു ടൈപ്പ് തണുപ്പാണ് കേട്ടോ. ശരിക്കും കുത്തി തണുപ്പാണ്. എന്തായാലും ഈ ഒരു സെറ്ററിലൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റുന്നുള്ള തണുപ്പല്ല, നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവില്ല ഇവിടെ എത്രത്തോളം തണുപ്പുണ്ട് കാര്യങ്ങളെല്ലാം. ഈ വഴി ഒന്ന് ബൈക്ക് ഓടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലായിടത്തും കീപ്പ് ഇറ്റ് ക്ലീൻ എന്നൊക്കെ പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് നിരോധിത മേഖല അങ്ങനെ എന്തോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൊടൈക്കനാൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ 1 ലിറ്റർ ബോട്ടിൽ വെള്ളമൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ മേടിക്കാൻ കിട്ടും. പക്ഷേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ എവിടെയും കണ്ടില്ല കേട്ടോ. 1 ലിറ്ററിൻ്റെ കുപ്പിയൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മെയിനായിട്ട് 5 ലിറ്റർ വാട്ടർ ക്യാനൊക്കെയാണ് കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു. അതിൽ ചെറിയൊന്നും ഞങ്ങളിവിടെ കണ്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പോലെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തണുപ്പത്ത് ഒരുപാട് വെള്ളം കുടിക്കാനൊന്നും തോന്നില്ല. പക്ഷേ നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നല്ലൊരു പണി കിട്ടും. കാരണം നമ്മുടെ ചുണ്ടൊക്കെ ശരിക്കും ഡ്രൈ ആവും, നമ്മുടെ ബോഡി ശരിക്കും വീക്ക് ആവുകയും ചെയ്യും. സോ നമ്മൾ മാക്സിമം വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ശരിക്കും ഫുഡൊക്കെ കഴിച്ച് കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിച്ച് പോവുക. ഇന്നലെ ഞങ്ങളുടെ ഫുഡിങ്ങിൻ്റെ കാര്യം മാത്രം കുറച്ച് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ടും കറക്റ്റ് ടൈമിങ് സെറ്റ് ആവാത്തതുകൊണ്ടും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല തലേ ദിവസം രാവിലെ 2 മണിക്ക് എണീറ്റ് 3 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ശരിക്കും ഉറങ്ങിയിട്ട് പോലുമില്ല. രാത്രി 11:30-12 മണിയായപ്പോഴാണ് ഉറങ്ങിയത്. 2 മണിക്ക് എണീക്കുകയും ചെയ്തു. സോ ആ ഒരു ഉറക്കം ഞാൻ ഇന്നലെ ഓക്കെ ആക്കി എടുത്തു. ഇന്നലെ ശരിക്കും കിടന്നുറങ്ങി. രാവിലെ 8 മണി വരെ കിടന്നുറങ്ങി.
അതിനുശേഷമാണ് ഞങ്ങളിവിടെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് ഇറങ്ങിയേക്കുന്നത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 10:30 തിരിച്ച് പോകാനായിട്ടായിരുന്നു പ്ലാൻ ഇട്ടായിരുന്നത്. 10:30 തിരിച്ച് പോയി ഒരു 9:30 തിരിച്ചു പോയി 11 മണിയാകുമ്പോൾ ഞങ്ങൾ റൂമിൽ ചെല്ലാൻ പാകത്തിനാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടായിരുന്നത്. പക്ഷേ അതൊന്നും നടന്നില്ല. നമ്മളിപ്പോൾ ഈ 11 മണി ആവാൻ പോകുന്ന സെക്കൻഡിൽ പോലും നമ്മൾ മന്നമന്നൂർ റൂട്ടിൽ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചിനി അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഒരു 10-15 കിലോമീറ്റർ മേളിൽ റിട്ടേൺ തിരിച്ച് പോകാനുമുണ്ട്. അപ്പോൾ പോകുന്ന റൂട്ടിൽ ഇനി എത്രത്തോളം ബ്ലോക്ക് ആവുമെന്നോ എന്താവുമെന്നോ ഒന്നും അറിയത്തില്ല. നമ്മൾ വിചാരിച്ച സമയത്ത് എന്തായാലും വീട്ടിലെത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. നിറച്ച് കുരങ്ങുകളാണ് കേട്ടോ റോഡിൽ. കുരങ്ങ് മാത്രമാണോ അതോ ഇനി വേറെ എന്തെങ്കിലും വലിയ മൃഗങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. പിന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റൂട്ടിൽ കാട്ടുപോത്തിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. സോ നൈറ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീരെ വെളുപ്പിനൊന്നും ഈ റൂട്ടിൽ ഒരുപാട് സഞ്ചരിക്കാണ്ടിരിക്കുക. കാട്ടുപോത്ത് നല്ല രീതിയിൽ ഉണ്ടെന്ന് പറയണ കേട്ടിട്ടുണ്ട്. സോ ആരും ആ ഒരു റിസ്ക് എടുത്ത് യാത്ര ചെയ്യാണ്ടിരിക്കുക. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് സ്റ്റേ അടിച്ച സമയത്ത് ആ ഒരു ചേട്ടനില്ലേ ഞങ്ങൾ ഇന്നലെ കണ്ട് മീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ആ ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്നും അറിയാണ്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇറങ്ങി തിരിച്ച ട്രിപ്പാണ്. സോ അതിൻ്റേതായ കുറേ പോരായ്മകളും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനിയൊരു രണ്ടാമതൊരു കൊടൈക്കനാൽ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള ഒരു മൈൻഡും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ റൂമിൻ്റെ കാര്യത്തിൽ കോംപ്ലിക്കേഷൻ ഉണ്ടായി ടെൻഷൻ അടിച്ച് ആ ഒരു സമയത്ത് ദേവദൂതനെ പോലെ അവർ പ്രത്യക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും ഞങ്ങളതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച കാര്യം എന്ന് പറയുന്നില്ല. അതെവിടെയോ ഇതാണ് ഞങ്ങൾക്ക് വിധിച്ചത്. ആ ഒരു സംഭവം എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഒരിക്കലും ഞങ്ങൾ കയറേണ്ട ആ ഒരു പള്ളിയല്ല അത്, ഒരിക്കലും അവരെ ഞങ്ങൾ മീറ്റ് ചെയ്യേണ്ടതല്ല. പക്ഷേ എല്ലാം ഒരു കോയിൻസിഡൻസ് എന്ന് പറയണ പോലെ ഞങ്ങളവരെ മീറ്റ് ചെയ്തു. യാതൊരുവിധ ടെൻഷനും ഇല്ലാണ്ട് ഞങ്ങളുടെ ഒരു ID പ്രൂഫ് പോലും അവർ മേടിച്ച് വെച്ചില്ല. അത്രയും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്ന ആ ഒരു റൂമാണത്. എന്തായാലും ആ ഒരു ഫാമിലിക്ക് ഞങ്ങളുടെ വക ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഒരിക്കലും മറക്കത്തുമില്ല. ഇനി രണ്ടാമത് ഒരു കൊടൈക്കനാൽ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കും എന്നുള്ളൊരു കാര്യത്തിലൊരു മാറ്റമില്ല. ഉറപ്പായിട്ട് ഞങ്ങൾ അവരെ വിളിക്കും, അവരെ വിളിച്ച് സംസാരിക്കും, അവരുടെ വീട്ടിൽ പോകും. ഇതവണ എന്തായാലും വീട്ടിൽ ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ അവരെ മീറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അടുത്ത തവണ നമ്മൾ വരുമ്പോൾ ഉറപ്പായിട്ട് അവരുടെ വീട്ടിൽ പോകും. വീട്ടിൽ പോയി അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ടാണ് റൈഡ് ചെയ്യത്തുള്ളൂ. ആ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഓൺ ദ വേയിൽ നോക്കിയാൽ കാണാം റോഡെല്ലാം നല്ല അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ ആ ഒരു കേരളത്തിലെ ആ ടൂറിസ്റ്റ് ഏരിയ പോലെ ഒന്നുമല്ല. ഇവർ അത്യാവശ്യം നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. വണ്ടി ശരിക്കും വലിമുട്ടി പോകുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. വണ്ടി ഇപ്പോഴും 4th ഗിയർ 5th ഗിയറിൽ കൈ എത്ര കൊടുത്താലും അങ്ങ് നീങ്ങുന്നില്ല. ഒരു ലാഗടിച്ച് കയറി പോകുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ തണുപ്പിൻ്റെ ആയിരിക്കും. ശരിക്കും വണ്ടി തണുത്ത് വിറച്ച് മരവിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല. ഞാൻ ഫുൾ ത്രോട്ടിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ വണ്ടി 40-45ൻ്റെ മുകളിലായിട്ട് അങ്ങ് കയറുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പോത്തും മാനും പുലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും കെയർഫുള്ളായിട്ട് തന്നെ ഈ റൂട്ട് പോവുക. മാക്സിമം തനിയെ പോകാണ്ടിരിക്കുക. തനിയെ മീൻസ് ഇരുട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ, ജനവാസം ഇല്ലാത്ത സമയത്ത് തനിച്ചൊന്നും ഈ വഴി ഒരിക്കലും ആരും തന്നെ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയാലും ഒരാൾ പോലും തിരിച്ചു നോക്കാനുണ്ടാവില്ല. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സിമ്മിനും റേഞ്ചൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ജിയോയുടെ സിമ്മിന് എന്തായാലും 100% റേഞ്ച് ഉണ്ട്. നല്ല രീതിയിൽ നെറ്റും കിട്ടുന്നുണ്ട്. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അവിടെ സിറ്റിയിൽ വെച്ചിട്ട് കുറേ പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫോണിൻ്റെ റേഞ്ചും കാര്യങ്ങളെല്ലാം കട്ടായെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയ സ്ഥലത്തൊക്കെ അവിടെ ഒന്നും അവർക്ക് റേഞ്ച് ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് ജിയോയ്ക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ റേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. മോദിജി ഗ്രേറ്റ്. ജിയോ ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയനെ. ഇനി നമുക്ക് മന്നമന്നൂരിന് ഒരു 9 കിലോമീറ്റർ കൂടി ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു 9 കിലോമീറ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് 2 മിനിറ്റൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം നോക്കി ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ യാത്ര തിരിച്ചു പോവാം. അതിനുശേഷം നമുക്ക് അവരെ മീറ്റ് ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് സമയം കളയാനില്ല. കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ട് കിട്ടിയെന്ന് തോന്നുന്നു. എടാ അളിയാ, അങ്ങോട്ട് പോകണോ? ഇനി 6-7 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഞാൻ അതുകൊണ്ട് അവിടെ നിർത്താമെന്ന് പറഞ്ഞു. വണ്ടി ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒതുക്കാം. വേണമെങ്കിൽ അതെങ്ങോട്ട് ഒതുക്കാം, ആ സൈഡിലോട്ട് ഒതുക്കിയിട്ടേ. എന്താ ചെയ്യണ്ടേ? നമുക്ക് ഷീപ്പ് ഫാമിനെ അങ്ങോട്ടൊന്നും പോകണ്ടല്ലോ. അതുപോലത്തെ ഒരു ഈ ഏരിയ തന്നെയല്ലേ അതും.
അങ്ങോട്ട് 7 കിലോമീറ്റർ ഉണ്ട്. ഇനി 7 കിലോമീറ്റർ 15 മിനിറ്റ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ 15 അരമണിക്കൂർ അവിടെ തന്നെ പോകും. ഇവിടെ ഒതുക്കാം. സമയമാണെങ്കിൽ 11 മണിയായി. സോ അവരോട് നമ്മൾ 11 മണിക്ക് തിരിച്ചവിടെ വരുമെന്നൊക്കെയാണ് പറഞ്ഞായിരുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് വിളിക്കാം. എൻ്റെ മോനെ ഒരുപാട് ഇറക്കിക്കൊണ്ട് പോകണ്ടാ. ആന വന്നാൽ ആനേനെ നോക്കി നിൽക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അയ്യോ, ഇവിടെ വണ്ടി ചെരിയോ, മറിഞ്ഞാടോ. അത് ഇച്ചിരി ചെരുവായിപ്പോയി. എനിക്കൊന്ന് ഒതുക്കി വെച്ചോട്ടെ. ഇത് കുഴപ്പമില്ല, സേഫാണ്. അതുപോലെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് പേരുണ്ടല്ലോ. ഇവിടെ സ്മോക്കിങ്ങും കള്ളുകൂടിയും ഒന്നും പാടില്ല എന്നും പറഞ്ഞ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും. എൻ്റെ മോനെ സെറ്റായിട്ടുണ്ട്. വണ്ടി ശരിക്കും അവിഞ്ഞ് ചീഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോയി വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. കൊണ്ടുപോയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൂടി ഇരുന്നിട്ട് പോവാം. ചാർജ് ഉണ്ട്, പോവാ. ഓക്കെ, പോട്ടെ. ഓക്കെ, അപ്പം നമ്മളിവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ടൈമൊന്നും പോയത് അറിഞ്ഞില്ല. അതുമാത്രമല്ല, ഇവിടെ കുറേ മലയാളീസും കാര്യങ്ങളൊക്കെ വന്ന് ആടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിന് മേളിൽ നമ്മുടെ മലയാളീസിൻ്റെ കുറച്ച് കുൽസിത്ത പരിപാടികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോട്ടെ. എന്തായാലും ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ടാണ്. റൂമിൽ ചെന്നതിന് ശേഷം വേണം നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ആ ഒരു ഫാമിലീനെ പോയി മീറ്റ് ചെയ്യണം. സോ അതിന് ശേഷം വേണം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട്. എന്തായാലും ഇന്ന് രാത്രി 10-11 മണി ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിച്ച സമയത്ത് എന്തായാലും എത്തത്തില്ല. പോകുന്ന വഴിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ വണ്ടിയിൽ വരുന്ന വഴിക്ക് ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പെട്രോളിൽ ഒരു ഘട്ടം മാത്രമാണ് കുറഞ്ഞിട്ടുള്ളൂ. ഇതുവരെയും ആ ഒരു പെട്രോളിൻ്റെ സീ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളൊരു 270 കിലോമീറ്റർ മേളിൽ ഓടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്. ട്രാവലിംഗ് എക്സ്പീരിയൻസും അടിപൊളിയാണ്. ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഇതുവരെ ഒരു മടുപ്പ് കാര്യങ്ങളും തോന്നിയിട്ടില്ല. ഇങ്ങോട്ട് കയറിയ സമയത്ത് ചെറുതായിട്ടൊരു പവർ വേരിയേഷൻ തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുപ്പിൻ്റെ ആയിരിക്കാം, എനിക്ക് മാത്രമല്ല അവൻ്റെ വണ്ടിക്കും ഈ സെയിം ഇഷ്യൂ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വന്ന റൂട്ട് തന്നെയാണ്. കോടയും കാര്യങ്ങളെല്ലാം പോയി, വെയിലെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ ഇരുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര വലിയ മഴയൊന്നുമില്ല. തമിഴ്നാട്ടിലെ മഴ പോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ നല്ല ചൂടൻ 3 പൊറോട്ട കുത്തി കയറ്റിക്കൊണ്ട് തന്നെ നമുക്ക് വേറെ വിശപ്പിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നമുക്കിനി ഒരുപാട് ലേറ്റ് ആവാണ്ട് നമ്മൾ കേരള ബോർഡർ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി ഊണും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ അത് ഓടിയെത്തുമെന്ന് അറിയത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം പതിവ് പോലെ തന്നെ നമുക്ക് മന്തിയോ എന്തെങ്കിലും കുത്തി കയറ്റാം. എന്താ കിട്ടുന്നേ, എന്താ സംഭവിക്കാൻ പോകണമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഓൺ ദ വേയിൽ ഫുഡോ കാര്യങ്ങളൊക്കെ നല്ലത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം വേണം ഓരോ ആളുകളുടെ കൊടൈക്കനാൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാൻ. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വ്ളോഗും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കോപ്പി അടിച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുന്ന കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട്. അവരുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് അവരുടെ ചില ഡയലോഗുകൾ, അവരുടെ കുറച്ച് ശൈലികളും കാര്യങ്ങളെല്ലാം എൻ്റെ പല വീഡിയോസിലായിട്ട് എനിക്ക് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവരുത്. ഇനിയിപ്പോൾ ഞാൻ ഇന്നയാളുടെ കോപ്പിയാണ് ഇന്നയാളുടെ കോപ്പിയാണെന്നൊന്നും കേൾക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായ ശൈലിയിൽ അല്ലെങ്കിൽ എനിക്ക് എന്ത് എക്സ്പീരിയൻസ് കിട്ടിയോ ആ ഒരു കാര്യം മാത്രമാണ് എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഒരാളുടെയും വീഡിയോ കോപ്പി അടിച്ചു ഒരാളെ പോലെ ആവാനോ ശ്രമിക്കുന്നതൊന്നുമല്ല. ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും ഒരാളുടെ കോപ്പി അടിച്ച് വലിയ സമ്പാദ്യം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ ഫേമസ് ആവാനോ ശ്രമിക്കുന്ന ഒരാളല്ല. എന്തായാലും ഞാൻ ഈ ചെയ്യുന്ന എഫേർട്ടിനൊക്കെ ഒരു നാൾ അതിനൊരു ബലം കിട്ടും എന്നുള്ളൊരു ഉറപ്പെനിക്കുണ്ട്. എന്തായാലും ഞാൻ എവിടെയും തളർന്നൊന്നും പോകത്തില്ല. ആ ഒരു ഹെൽമെറ്റ് പോയപ്പോൾ എൻ്റെ മൈൻഡൊന്ന് ഡൗൺ ആയെങ്കിലും കുഴപ്പമില്ല. ഒരു ഹെൽമെറ്റൊക്കെ തന്നിട്ടല്ലേ പോയേ, അളയും കുഴപ്പമില്ല. ആ ഒരു ഹെൽമെറ്റും കൊണ്ട് പോയി അവൻ രക്ഷപ്പെടുവാണെങ്കിൽ അങ്ങ് രക്ഷപ്പെട്ടോട്ടെ, കുഴപ്പമില്ല. നല്ല വിഷമമുണ്ട്, സാരമില്ല, വേറെ വഴിയില്ലല്ലോ. അതായത് അക്സെപ്റ്റ് ചെയ്യാല്ലാണ്ട് വേറൊരു ഓപ്ഷൻ നമുക്കില്ല. പോവാം.
കൊടൈക്കനാലിനൊരു ഓർമ്മയായിട്ട് ഈ ഒരു ഹെൽമെറ്റ് നമ്മുടെ കയ്യിലിരിക്കട്ടെ. എൻ്റെ മോനെ ഫുള്ള് കോട കയറി റോഡെല്ലാം കവറായി മൂടായി കിടക്കും കേട്ടോ. നട്ടുച്ച സമയത്തെ കൊടൈക്കനാലിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ ഫീലിംഗ്. തൊട്ടപ്പുറം ഇപ്പുറം എല്ലാം കോട കയറി മൂടി കിടക്കുകയാണ്. റോഡ് ഒരു ഡിസ്റ്റൻസ് വിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. റോഡിലൊക്കെ ഇഷ്ടംപോലെ കുരങ്ങുകളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? റോഡ് സൈഡിലൊക്കെ കുറേ കുരങ്ങുകൾ നിൽപ്പുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ നിന്ന ആ ഒരു പഴനി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. അവിടെയെല്ലാം നല്ല രീതിയിൽ തിരക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ വന്ന തിരക്കും കാര്യങ്ങളൊന്നും അല്ല റോഡിൽ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. തിരിച്ചിപ്പോൾ നമ്മൾ മാപ്പിലിട്ടേക്കുന്ന സമയത്ത് കറക്റ്റ് ചെല്ലുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ 11 മണിക്ക് തിരിക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ അടുത്തൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഒരു 1 മണിയെങ്കിലും ആകുമ്പോൾ നമുക്ക് ആ റൂമിൽ നിന്ന് ഇറങ്ങണം. എന്നാൽ രാത്രി ഒരു 9 മണിയോട് നമുക്ക് വീട്ടിലെത്താൻ പറ്റും. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 12 മണി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും റൂമിലോട്ട് 21 കിലോമീറ്റർ കൂടി ഉണ്ട്. അതായത് 1 മണിക്കൂറും കൂടി ഈ ബ്ലോക്കിൽ പെട്ട് നമുക്ക് പോകാനുണ്ട്. എന്തായാലും നന്നായിട്ട് തണുക്കുന്നുണ്ട്. തണുപ്പിന് മാത്രം ഒരു കുറവുമില്ല, നല്ല ബ്ലോക്കും. എന്തായാലും നട്ടുച്ച സമയത്തുള്ള കൊടൈക്കനാൽ റൂട്ടിലൂടെയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് കോട കയറി മൂടി. എൻ്റെ മോനെ കണ്ണ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കോട കയറി മൂടിയിട്ടുണ്ട് കേട്ടോ. വേറെ ലെവൽ ഫീലിംഗ്. നല്ല രീതിയിൽ തണുപ്പ് കുത്തുന്നുണ്ട്. നമുക്ക് ആദ്യം ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സെയിം പ്രോബ്ലം, അതായത് ആ പവർ വേരിയേഷൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും കൈ കൊടുത്ത് വണ്ടി കയറി പോകുന്നില്ല. ഡീക്ലച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും കയറുന്നില്ല. ഭയങ്കര സ്ലോ ആണ് വണ്ടി. ചിലപ്പോൾ തണുപ്പടിച്ച് ഡാർക്കായതാന്ന് തോന്നുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഈ ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനൊക്കെ പറ്റുമായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. നമുക്ക് 4 ഇൻഡിക്കേറ്ററൊക്കെ ഒന്ന് ഓണാക്കിയിടാം. കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏതെങ്കിലും വണ്ടി വന്ന് നമ്മുടെ നെഞ്ചത്തേക്ക് കയറണ്ടല്ലോ. നിങ്ങൾ ഈ ക്യാമറയിൽ ഇത് എത്രത്തോളം ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ഡിസ്റ്റൻസ് വിട്ട് അപ്പുറത്തേക്ക് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. തൊട്ടടുത്തുള്ളത് മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ. ആ ഒരു ഇത് പിടിച്ച് വേണം പോകാൻ. അത് മാത്രമല്ല റോഡൊക്കെ അത്യാവശ്യം പോയി കിടക്കുകയാണ്. നല്ല രീതിയിൽ ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്പീഡിലൊക്കെ ചെന്ന് ആ ഗട്ടറൊക്കെ ചാടി വെറുതെ വീഴാൻ നോക്കണ്ട. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം 30 അല്ലെങ്കിൽ 40 ആ ഒരു റേഞ്ച് സ്പീഡിൽ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോ ഇനി കോട കയറി ആ ഒരു മഞ്ഞ് ചാടിയിട്ട് റോഡ് മൊത്തം നനഞ്ഞു കിടക്കുന്നതാണോന്ന് അറിയില്ല. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് ഈ റോഡൊക്കെ ശരിക്കും ഡ്രൈ ആയിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും റോഡൊക്കെ ശരിക്കും നനഞ്ഞിട്ടുണ്ട്, സ്ലിപ്പിംഗ് ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്കൊക്കെ ഒരുപാട് കയറി പിടിക്കാൻ പറ്റത്തില്ല. സ്ലിപ്പായി തെന്നി വീഴാൻ വരെ ചാൻസ് ഉണ്ട്. ഇപ്പം വീണേനെ. ഓക്കെ, കുഴപ്പമില്ല. ചുറ്റുംപുറം മൊത്തം പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് നോക്കിയാൽ കാണാം ഫുള്ള് കോട കയറി മൂടി കിടക്കുകയാണ്.
ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ ക്യാമറ എടുത്ത് വെക്കാൻ പോവാണ്, ക്യാമറ ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി എന്തായാലും അവിടെ ചെന്നതിന് ശേഷം ആ ഒരു ഏരിയയിലുള്ള വീഡിയോസും ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കാം. അതുവരേക്കും ബൈ ബൈ. സോ നമ്മളൊന്ന് റൂമിലോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയേക്കാം കേട്ടോ. നമുക്ക് അവരെ ഒന്ന് വിളിക്കണം. നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ അവിടെ റീച്ച് ആവുന്ന അവരുടെ അടുത്ത് പറയുകയും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. സോ നമുക്കിനി ഒരുപാട് ടൈമില്ല, ലേറ്റ് ആവാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി. ഞങ്ങൾ ഒരു 1:15 ആകുമ്പോഴത്തേക്ക് അവിടെ വരുള്ളൂ. ഞങ്ങളിപ്പോൾ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ട്. 1:15 കഴിയുമ്പോഴത്തേ എത്തും. 1:15 to 1:30 ആ സമയത്തിനുള്ളിൽ എത്തും. അവിടെ വരുമ്പോൾ വിളിക്കാം അങ്ങനെയാണ്. ഓക്കെ വിളിച്ച് പറയേണ്ടവരെ വിളിച്ച് പറഞ്ഞു. ഈ ഒരു ഏരിയ എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ചുമ്മാ ജസ്റ്റ് ഈ ഒരു വ്യൂ കണ്ടപ്പോഴാണ് ഞങ്ങൾ മെയിനായിട്ട് വണ്ടി നിർത്തിയത്. കുറച്ചധികം നേരം ട്രാഫിക്കിൽ കൂടെയൊക്കെ കിടന്ന് വണ്ടി ഓടി ഇടപാട് തീർന്ന് ലോക്കൽ ഫുൾ എം ടി റൈഡേഴ്സ് ആട്ടോ. വണ്ടിയിലൊക്കെ ട്രിപ്പിളൊക്കെ വെച്ച് നമ്പർ പ്ലേറ്റ് ഒക്കെ മൂടിക്കെട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാ എന്തായാലും കൊള്ളാം. ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലൊക്കെ തലയിൽ നമ്മുടെ ഹെൽമെറ്റ് ഉണ്ടോ എന്നും കൂടി നോക്കാമല്ലേ. പറയാൻ പറ്റത്തില്ല. ഇതെന്തായാലും ഈ കൊടൈക്കനാൽ വിട്ട് പോകാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ പിന്നെ OLX കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കണം. കൊടൈക്കനാൽ ലൊക്കേഷൻ ഇട്ടിട്ട് ഹെൽമെറ്റ് സെയിലുണ്ടോ, നമ്മുടെ ഹെൽമെറ്റിൻ്റെ പേരും കാര്യങ്ങളെല്ലാം അടിച്ചൊന്ന് നോക്കാം. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇന്നലെ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. പോവാം. അവരെ വിളിച്ചു. 1:15 ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1:15 to 1:30 ആ ഒരു റേഞ്ചിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അരമണിക്കൂർ അവിടെ നിന്ന് കാണിക്കുന്നത്. നമുക്ക് തെറിച്ചാലോ? ഇനി നിൽക്കണ്ട, പോവാം. അതിനിടയ്ക്ക് അവർക്ക് മേടിക്കാനുള്ള സംഭവങ്ങൾ മേടിക്കണം. പിന്നെ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ആ കൂടെ മേടിച്ചങ്ങ് കൊണ്ടുപോകാം. പിന്നെ പാക്ക് ചെയ്ത് പിന്നെ പാക്കിങ് കഴിക്കണ്ടല്ലോ. ഓക്കെ, സെറ്റാക്കാം. പോവാം. യെസ്, അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൻ്റെ അടുത്ത് എത്താറായിട്ടോ. ഏകദേശം ഒരു 500 മീറ്ററും കൂടി റൂമിലോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. വരുന്ന വഴിക്കൊന്നും നോക്കിയിട്ടൊന്നും ഒരു കട പോലും കണ്ടില്ല. സോ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ഒരു ചെറിയ കട കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. എൻ്റെ അകത്ത് കയറി നോക്കണം. വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റാണ്. റോഡൊന്ന് ക്രോസ് ചെയ്യാൻ ഒരു ഗ്യാപ്പ് ഇട്ട് പറഞ്ഞെങ്കിൽ ക്രോസ് ചെയ്യാറുന്നല്ലേ. അയ്യോ, ഇപ്പം എന്നെ കൊണ്ട് പോയനെ. ഓക്കെ, ഗ്യാപ്പിട്ടി മൊത്തം കൊടൈക്കനാൽ വൈബുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നല്ലോ. നോക്കിക്കോട്ടെ. അയ്യോ, ഇത് സെപ്പറേറ്റാ പാക്ക് பண்ணுங்க. ഇത് ഒരു കവറിൽ പൊതിഞ്ഞ് കൊടുത്താൽ പോതും. നമുക്ക് വീട് കറക്റ്റാக சொல்ல தெரியாது. இங்கே இருந்து ஒரு 1 kilometer தள்ளி இருக்கு. அப்படியெல்லாம் தெரியாது. அங்கே അവരുടെ അമ്മ வந்து ഞങ്ങൾ നാട്ടുകാരി, എറണാകുളം. இதுக்குள்ள என்ன இருக்கு? ഓക്കെ, എന്നാ ഇതും കൂടെ കൊടുക്ക. പിങ്ക് അതൊക്കെ ഇറക്കല്ലേ. ഇതൊരു ചിന്ന കവറിൽ പാക്ക് பண்ணி കൊടുക്ക. ഇത് ഞാൻ തന്നെ വെച്ചിக்கிறேன், പരവായില്ല. അതെ ഇത് മൊത്തം 100 രൂപ താനേ. അപ്പം ഇത് അത് ഇത് രണ്ടും ഈ ഇന്നിൽ 10. ഓക്കെ அக்கா, அடுத்த தவணை வரும்போது பெருசாக பார்த்து எடுத்துகிட்டு போகிறேன். வருவாங்க. ബൈക്കാ. ഞാൻ കുറച്ച് ചെറിയ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അക്കയ്ക്ക് വിഷമായെന്ന് തോന്നുന്നു. വലിയ ലാഭമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് തന്നു വിട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമുക്കെന്തായാലും വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ തവണത്തെ പോലെ ഈ തവണ ഞാനൊരു സാധനം വണ്ടിയിൽ വെച്ച് മറന്നാ പോയെ. താക്കോല് തന്നെ, വേറെ എന്താ പറയാ. ഇത് ഒരാൾക്ക് ഇത് തമിഴാണല്ലോ വരണേ. ഇത് നമുക്ക് ആ കുഞ്ഞു കൊച്ചിന് കൊടുക്കാനുള്ള സാധനമാണ്. സോ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്ത് അത് മതി. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് റൂമിലോട്ട് പോവാം. ചിലപ്പോൾ അവർ റൂമിൽ വന്നിട്ടുണ്ടാവും, എങ്ങനെയാണെന്ന് അറിയില്ല. സ്വീറ്റ്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ സ്വീറ്റ്സ് ഉള്ള കടയും കാര്യങ്ങളൊന്നും ഇവിടെ തൊട്ടടുത്ത് കണ്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് ആ കുട്ടിക്ക് കൊണ്ടേ കൊടുക്കാം. എന്തായാലും ആ കുട്ടി നമ്മുടെ അടുത്തൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ലായിരുന്നു. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പരിചയമാവുന്നത്. ബാക്കി അവർക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല. അവർക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സംഭവം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല.
സോ അതുകൊണ്ട് കിട്ടിയതും കൊണ്ട് അവരെയും സന്തോഷപ്പെടുത്തിയിട്ട് അവർക്കൊരു ബൈയും പറഞ്ഞ് ബാക്കി ലഗേജും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് പോവാം. ദാറ്റ് ഈസ് ഇന്നത്തെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും റൂമിൽ ചെന്നിട്ട് കാണിക്കാം. സിസ്റ്റർ അടുത്ത തവണ വരുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, എല്ലാ സംഭവങ്ങളും സെറ്റായിട്ടുണ്ട്. ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്യാം. കൊച്ചിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് തലയും വാലും കൂടി അങ്ങ് കൂട്ടി കെട്ടിയിട്ട് അങ്ങ് കയറ്റിയാൽ മതി. ഇതാണെങ്കിൽ ഒരു ശല്യമില്ല. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ലൊക്കേഷൻ ഇട്ടിരുന്നുണ്ട്. പോവാം അങ്ങോട്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അടിപൊളിയാണ്, എല്ലാവരും നല്ല അടിപൊളി സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു തരും. പക്ഷേ ഞങ്ങൾ പുറത്തു പോയാണ് ഫുഡ് കഴിച്ച്. എന്തായാലും അടിപൊളിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. ഈ ഒരു റേറ്റിൽ കൊടൈക്കനാലൊക്കെ റൂം കിട്ടുമെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ബൈ ബൈ, ടാറ്റ. ഞങ്ങളപ്പോൾ നേരെ മറ്റേ മാഗി റോസ് എന്ന് പറഞ്ഞ നമ്മുടെ ചേച്ചിയുടെ അടുത്തോട്ട് പോവുകയാണ്. ആ കുട്ടിക്ക് ഒരു ചെറിയ ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ടുണ്ട്, അത് കൊടുക്കുകയും ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാൻ. സമയം ഇപ്പോൾ 1:45 അവരുടെ അടുത്ത് പോയി തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 2:30 ആവുമായിരിക്കും. സോ 2:30 നമ്മളിവിടുന്ന് കൊടൈക്കനാലിൽ തിരിക്കണം, കൊടൈക്കനാലിൽ നിന്ന് വീട്ടിലോട്ട് തിരിക്കണം. അതാണ് ഇന്നത്തെ പ്ലാൻ. എന്തായാലും വലിച്ചു കിട്ടുന്നില്ല, അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളെല്ലാം കാണിക്കാം. സോ ഗൈസ്, നമ്മളപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോകാട്ടോ. അങ്ങോട്ട് പോകുന്ന ചുറ്റും പോറും മറ്റേ സബർജല്ലി തോട്ടമാണെന്ന് തോന്നുന്നു. നിറച്ച് സബർജല്ലി മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവർ നമുക്ക് 2 സബർജല്ലിക്കൊക്കെ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ബാഗിലൊക്കെ ഉണ്ട്, അത് നമുക്ക് വീട്ടിൽ പോയിട്ട് വീട്ടുകാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഓൺ ദ വേയിൽ നമുക്ക് വീട്ടിലോട്ട് എന്തെങ്കിലും കൂടിയൊക്കെ മേടിക്കണം. അവിടെ കിടന്ന് ഒരുപാട് കറങ്ങിയതിനേക്കാളും നല്ലൊരു വ്യൂവും കാര്യങ്ങളെല്ലാം ഈ ഒരു റോഡിൽ നിന്ന് ഞാൻ കാണാം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളതൊന്ന് തിരിഞ്ഞ് കാണിച്ചു തരാം. കണ്ടില്ലേ എൻ്റെ മോനെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വ്യൂവും കാര്യങ്ങളും. എന്താടാ ആപ്പിളല്ല, സബർജല്ലി. അതന്നെ ഞാൻ കണ്ട്. ഇതേ മേളിലൊക്കെ സബർജല്ലിക്കാ. എന്തായാലും അടിപൊളി അല്ലേ? ഓക്കെ, അതാണ്ടാ വേറെ ലെവല്. നമ്മളാ കണ്ടതിനേക്കാൾ അടിപൊളി വ്യൂ ഇതല്ലേ ചെയ്യാൻ. കുറേ കറങ്ങിയിട്ട് ഇത്ര ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കോട കയറി മൂടി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളൊന്നും ശരിക്കും കണ്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ മേളിലൊരു പള്ളിയുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കാണാത്. അതേ കാണുന്ന നീല പള്ളിയുണ്ടോ, ആ നീല പള്ളിയിലാണ് ഇന്നലെ നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ മോനെ, വാ നമുക്ക് എന്തായാലും പോകാൻ. ഒരുപാട് ലാഗടിക്കണ്ട, സമയം 2 മണിയാകുമ്പോൾ പോവാം. നമുക്ക് അവരെയും കണ്ടിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യണ്ട, ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് പോവാം. വാ, ഇതിൽ കൂടെയാണ് ആളെ കാണിക്കാൻ. ഇവിടെ നിന്ന് ഇനി ഒരു 1/2 കിലോമീറ്റർ അടുത്ത് കാണിക്കുന്നുണ്ട് ലൊക്കേഷനിലോട്ട്. എന്നാൽ അതായിരിക്കും നിങ്ങൾ ലൊക്കേഷൻ ഇട്ടെ. എനിക്ക് അതേ ഇവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഞങ്ങളിത് തരാൻ കൂടെ ആയിട്ടാ മെയിനായിട്ട് ഇങ്ങോട്ട് വരാൻ നിന്ന്. വേറെ സംഭവമൊക്കെ ഉണ്ടായി എൻ്റെ ഇടയ്ക്ക്. എൻ്റെ ഹെൽമെറ്റൊക്കെ അടിച്ചുകൊണ്ട് പോയി കൊടൈക്കനാൽ വെച്ച്. ഇത് വേറെ ഹെൽമെറ്റാ. എൻ്റെ ഹെൽമെറ്റ് അവിടെ കൊണ്ടുപോയി വെച്ച് ഞങ്ങളൊന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും ഈ ഹെൽമെറ്റ് വെച്ചിട്ട് എൻ്റെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയി. നൈസ് ട്വിസ്റ്റായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും സമയം എടുത്തില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വെച്ചങ്ങ് തിരിഞ്ഞുകൊണ്ടായിരുന്നു. വണ്ടി എടുത്ത പോലും നേരെ അവിടെ മാറിയില്ല. അവരപ്പം തന്നെ ഹെൽമെറ്റ് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചാർന്ന, അതഴിച്ചിട്ട് ഇതവിടെ വെച്ചിട്ട് എടുത്തുകൊണ്ട് പോയി. ആ ലേക്കിൻ്റെ അവിടെ വെച്ചിട്ട് അതിങ്ങനെ ക്ലിപ്പിങ്ങനെ അഴിക്കാൻ പറ്റും. അത് കട്ട് ചെയ്തുകൊണ്ട് പോയതാണെന്ന് അറിയില്ല. പെട്ടെന്ന് നമ്മൾ അറിയാനുള്ളല്ലോ ഇത്. എൻ്റെ ഹെൽമെറ്റ് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഹെൽമെറ്റ് ഇല്ല, ഇവിടെ ഒരു ഹെൽമെറ്റും വെച്ചിട്ട് പോയി. അവിടെ ക്യാമറ ഇല്ലയെന്ന് പറഞ്ഞവർ. അവിടെ ചേട്ടന്മാരുടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു CCTV ഇല്ലാത്തതുകൊണ്ട്. ഭക്ഷണം ഉച്ചയ്ക്കല്ല കഴിച്ചത്, അതിന് മുമ്പ് കഴിച്ചിട്ട് പൊറോട്ടയൊക്കെ കഴിച്ചേക്കൊണ്ട് വയറൊക്കെ ഫില്ലായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ചായ ഇനി കുടിച്ച് സമയം പോവും. അതാണ്, വേറെ ഒന്നും വിചാരിക്കണ്ടേ. ഞങ്ങളിപ്പോൾ എന്തായാലും അടുത്ത തവണയൊക്കെ വരുമ്പോൾ എന്തായാലും കാണും. അങ്ങനെ ചെറിയ വീടോ വലിയ വീടെന്നുള്ളതൊന്നുമില്ല ഞങ്ങൾക്ക്. വാ എന്തായാലും വീട്ടിൽ കയറിയിട്ട് പോവാം. വീട്ടിൽ അങ്ങോട്ട് നോക്കാം, ഞങ്ങൾ വരാം. എവിടെ? ഈ താഴെ കണ്ണല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, അവർക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. ഇനിയിപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവരുടെ വീട്ടിലേക്ക് ഒന്ന് കയറി ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്.
ബൈ ഗോയ്സ്. അങ്ങനെ ഞങ്ങളെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് അവർ വീട്ടിലോട്ടൊക്കെ ക്ഷണിച്ചു. ചായയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ അവരുടെ കൃഷിത്തോട്ടത്തിലോട്ട്, അതായത് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ നടത്തി കാണിച്ചു തന്നു. ഓ, ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലല്ലേ. എല്ലാം നാച്ചുറൽ വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുളമൊക്കെ. അതെ അല്ലേ. ഇവിടെ വെള്ളം പറ്റത്തില്ല? പറ്റത്തില്ല, ഉണ്ട്. ഈ പാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ പിടിക്കുവോ? ആ, ഈ സംഭവം ഒരു വെറൈറ്റി സാധനം, ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ, ലുലുമാളിലൊക്കെ വരും അല്ലേ. ഇതിനാണ് പെർ പീസ് 15 to 25. അങ്ങനെ ഞങ്ങൾ പറമ്പിലോട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് അവർ ഒരു ചെറിയൊരു പാഷൻ ഫ്രൂട്ട് കൊണ്ടു തന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള അല്ലെങ്കിൽ ഇത്രയും മധുരമുള്ളൊരു പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത്. അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊടൈക്കനാലിലൊക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടാവത്തുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും പിടിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. സോ അതും ഞങ്ങൾക്ക് തന്നു. അത് മാത്രമല്ല കുറേ പൊതി കെട്ടി ഞങ്ങൾക്ക് പാഷൻ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആയിട്ട് അവർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ബട്ടർ ഫ്രൂട്ട് അല്ലേ, അവക്കാഡോ. അവക്കാഡോ കിടക്കണ കിടപ്പ് കണ്ടോ, സാധനം. അവക്കാഡോ ജ്യൂസൊക്കെ അടിച്ചിട്ടില്ലേ നീ? അവക്കാഡോ ഷേക്ക് കുടിച്ചിട്ടില്ലേ? എന്തായാലും സെറ്റ്. ഇവിടെ കറണ്ട് എങ്ങനെയാ? കറണ്ട് പോക്കും വരവൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല അല്ലേ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. 2 കണക്ഷൻ ഉണ്ടോ അപ്പോൾ വീട്ടിലോട്ട്? അതോ എങ്ങനെയാ? ചാർജൊക്കെ നല്ല ചാർജാണോ? നല്ല ഗവൺമെന്റ്. ബില്ലൊന്നും വരാറുമില്ല അല്ലേ? ആ, അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രം ബില്ലടിക്കും അല്ലേ? ഇതൊക്കെ നൈസ് പരിപാടിയാണല്ലോ. കേരളം ഇത് കണ്ടുപഠിക്കണം. കേരളത്തിലെല്ലാം ഉണ്ട്, പക്ഷേ ഒരു കളി നടക്കില്ല ഇവിടെ. ഈ സംഭവം പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ പാലുണ്ടാവോ? പശുവിന്? ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സാധനം പശു കുടിച്ചു കഴിഞ്ഞാൽ പാലുണ്ടാവോ? ഇതുള്ള കാര്യമാണോ അതോ? എൺപത് വർഷം പഴക്കോ? എൻ്റെ പൊന്നെ, മുതുമുത്തച്ഛന്മാരുടെ പ്രായമുണ്ടല്ലോ ഈ മരത്തിന്. ഓ, അതെ അല്ലേ. ഇതിനൊക്കെ ഇപ്പം എന്താ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത്? ആ, ഇവിടെ തന്നെ ചെയ്യണ എല്ലാ വളം തന്നെ ചെയ്യൂലേ? ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. പക്ഷെ ഇത് കായായിട്ട് ചാടിപ്പോയി, ചുവന്ന് വരും. കുറച്ച് മേടിച്ചാണ് കളറ്. എൻ്റെ വീട്ടിൽ ഒരു അനിയത്തിയുണ്ട്, അച്ഛനും അമ്മയും. ഓ, അത് കുഴപ്പമില്ല. ഇത്രയോ നേരം ഇരിക്കുമല്ലായിരുന്നു വണ്ടിക്കത്. ഓ, പിന്നെ ഞങ്ങൾ ഇനി ഈ തവണ വരുമ്പോൾ ഇങ്ങോട്ട് ഒന്ന് ശല്യം ചെയ്യും കേട്ടോ. ഈ തവണ ഒരു പ്ലാനിങ്ങും ഇല്ല. ആ, ഉണ്ടല്ലേ? ആ, ആ, തരും. അങ്ങനെ അവരുടെ കൃഷി സ്ഥലത്തൊക്കെ ഞങ്ങൾ കറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലോട്ട് ചെന്ന് കയറി. വെറും ഒരു ചായയൊക്കെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക, നല്ലൊരു വിഭവസമൃദ്ധമായ ഫുഡ് തന്നെ അവർ ഞങ്ങൾക്ക് തന്നു. കേരളത്തിൽ ചെന്നതിന് ശേഷം നല്ലൊരു ഊണൊക്കെ കഴിക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അതെല്ലാം അവർ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫുഡും നല്ല സാമ്പാറും പപ്പടവും എല്ലാം കൂട്ടി നല്ല തനി നാടൻ മലയാളി ഫുഡ് ഞങ്ങൾക്ക് അവർ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി തന്നു. ഞങ്ങളത് മനസ്സറിഞ്ഞ് തന്നെ കഴിച്ചു, നല്ല രീതിയിൽ കഴിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ മണിമാളിക കൊട്ടാരമൊന്നും അല്ലെങ്കിൽ പോലും ചെറിയൊരു വീടാണ്. ആ ഒരു വീട്ടിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പിയാണ്. എല്ലാവരുടെ പേരെന്നോട് പറഞ്ഞു. എൻ്റെ ഒരു മാഗി ജോൺസൺ. ജോൺസൺ ചേട്ടനെ അറിയാം. അമ്മയുടെ പേര് പുഷ്പം.
പുഷ്പം. മരിയ പുഷ്പം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഞങ്ങൾ അടുത്ത തവണ വരുമ്പോ എന്തായാലും നേരത്തെ വിളിച്ചിട്ട് വരാം. അതെ അതെ അതെ, അങ്ങനെ വന്നാൽ നന്നായിട്ട് തന്നെ പഠിക്കട്ടോ. ആളിപ്പോ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കണമെന്നൊന്നും കരുതണ്ടോ. ആണല്ലേ, ആള് നല്ലതാണ്, കുഴപ്പമില്ല, എല്ലാത്തിനും സ്മാർട്ടാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ അവർക്ക് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. നാട്ടിലോട്ടൊക്കെ എന്നാലും വന്നെ ഇനി ചിലപ്പോ ഡിസംബറിൽ ലീവ് ഉണ്ടെങ്കിൽ ഒരു മാസം ലീവ് ചിലപ്പോ കിട്ടുകയാണെങ്കിൽ വരും. ഏപ്രിൽ മെയ്. ഏപ്രിൽ മെയ് അല്ലേ? നാട്ടിലൊന്നും നിൽക്കാറുണ്ടോ അവിടെ? എന്തോരം നാളെ നിൽക്കും? ചിലപ്പോ ഒരു മാസം തോന്നണോ അല്ലേ, ലീവ് വല്ല നിൽക്കും. ഓക്കെ, എടാ ഇതിനകത്തേക്ക് വെച്ച് കിട്ടിയാലോടാ. ആദ്യം തന്നാൽ മതി, ഞാൻ കെട്ടിക്കോളാം അതിനകത്ത് വെച്ച്. ഇതും കൂടി കഴിക്കാം. ഇതൊന്ന് പിടിച്ചോട്ടെ ഇങ്ങനെ. അല്ല, ഇതങ്ങ് സേഫായിട്ടങ്ങ് ഇരുന്നോളൂല്ലോ. ഇത് പോവില്ല. അങ്ങനത്തെ ഫീല് തോന്നണെങ്കിൽ ഉടനെ എവിടെയെങ്കിലും നിർത്തി ഒന്ന് മുഖമൊക്കെ കഴുകി. ഉറപ്പായിട്ടും. എടാ ഇതിന്റെ ബൈക്കിലായിട്ടായിരിക്കും. വേണ്ട, ഇനിയിപ്പോ എന്തായാലും ഞങ്ങള് ഈ ഒരു ഏരിയ അങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ, തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇനി ചായയൊക്കെ കുടിച്ച് പയ്യെ പോളൂ. അതെ, എടാ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാം, ഞങ്ങൾക്കൊരു മെമ്മറീസിന് ഇരുന്നോട്ടെ. അങ്ങനെ തന്നെ, ശരി, ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടോ. എൻ്റെ മോനെ, ഇത്രയും ഒരിക്കലും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തൊരു സംഭവമേ അല്ല കേട്ടോ. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. ഞങ്ങൾ അവരവിടെ ചെന്ന് ആ ഗിഫ്റ്റും കൊടുത്തിട്ട് ബൈ പറഞ്ഞ് പോരാന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളെ അവർ വിളിച്ചിട്ട് പോയി അവിടെ വീടൊക്കെ കയറ്റി കാണിച്ച് അവിടെ ഫുഡ് തന്ന് അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തന്ന്. ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യമല്ല കേട്ടോ. സന്തോഷമായി, വളരെ സന്തോഷമായി. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ എന്തായാലും അവർ കാണുമെന്ന് എനിക്കറിയാം. ഞാൻ അവരുടെ ചാനൽ കാര്യങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഞങ്ങൾ കൊടൈക്കനാൽ വരുവാണെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ കസിൻസ് ഗ്യാങ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളെ വീണ്ടും ശല്യം ചെയ്യും എന്ന് അറിയിച്ചു കൊള്ളുന്നു. എന്തായാലും നമുക്കിനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. അതുമാത്രമല്ല, ചെറുതായിട്ട് മഴയൊക്കെ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്രകളിൽ എന്തൊക്കെ ട്വിസ്റ്റൊക്കെ സംഭവിക്കുന്നു ഒരു ഐഡിയയും പിടിയില്ല. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. എഗെയിൻ അവർക്ക് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കീപ്പ് ഇൻ ടച്ച്. പിന്നെ എന്താ പറയാൻ ബാക്കി കിട്ടുന്നില്ല, കിളി പോയ അവസ്ഥയിൽ നിൽക്കുക. ഞങ്ങൾ കേരള ബോർഡർ കയറിയതിന് ശേഷം ചോറ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഇരുന്നത്. ഇത്രയും നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒട്ടും പ്രതീക്ഷിച്ചല്ല. എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഫീലിങ്ങൊക്കെ അനുഭവിച്ച് തന്നെ അറിയാം. കൊടൈക്കനാലിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ കിടന്ന് കുറച്ച് മണിക്കൂറുകളായിട്ട് ഇവിടെ ഫുള്ള് കിടന്ന് കറങ്ങുമായിരുന്നു. കറങ്ങിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഞങ്ങൾക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ ഓക്കെ ആയിട്ട് തോന്നിയതും ഞങ്ങളെ എന്താ പറഞ്ഞാൽ ആ ഹെൽമെറ്റ് പോയെങ്കിൽ പോലും അതിന് ഇരട്ടി സന്തോഷം ഉണ്ടാക്കി തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്ത ഈ ഒരു കാര്യമാണ്. എൻ്റെ മോനെ ഞാൻ മറക്കത്തില്ല, എന്തായാലും ചത്താലും മറക്കത്തില്ല ഞാൻ. ആ ഒരു ഫീല് തന്നെ ഇവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വലിച്ചു നീട്ടി ബോറാക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന വഴി കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ കാട്ടേണ്ട കാര്യങ്ങളാവുകയാണെങ്കിൽ മാത്രം ഞാൻ ക്യാമറ ഓൺ ആക്കുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൽ നിങ്ങൾ നോക്കിയാൽ ഒന്നും തന്നെ കാണാനില്ല. കൊടൈക്കനാൽ വന്ന് വലിയ കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കാണിച്ചു തരാനും പറ്റിയില്ല. പക്ഷേ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്ത ഈ ഒരു ഫാമിലി ഒരിക്കലും എന്തായാലും ഞങ്ങൾ മറക്കത്തില്ല. ഞങ്ങൾ ഒരിക്കലും ഈ ഒരു കോണ്ടാക്റ്റ് വിട്ട് കളയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ യാതൊരു പ്രതീക്ഷയില്ലാതെ ഒരു യാത്ര പുറപ്പെട്ടാൽ അതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ കയറി വരും. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരുന്നത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഏതൊരു യാത്രയിലായാലും ഒരുപാട് സന്തോഷം ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കി തന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിനെ ഞങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞത്. എന്തായാലും കൂടുതൽ ഞാൻ ഇനി ഈ ഒരു വ്ളോഗ് വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഉടനെ തന്നെ ഞാൻ അടുത്ത വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. കീപ്പ് ഇൻ ടച്ച് ഗായ്സ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.